എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 2025 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററിയുടെ ചോദ്യപേപ്പറാണ്. സോ ഈ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ നമുക്ക് 51 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അതിൽ നമുക്ക് സെക്ഷൻ A, സെക്ഷൻ B എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹിസ്റ്ററിയുടെ ചോദ്യ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പിന്നെ നമുക്ക് സമയം പറയേണ്ട ആവശ്യകതയില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ 3 മണിക്കൂറാണ് പരീക്ഷയുടെ സമയം കേട്ടോ. 3 മണിക്കൂറാണ്, 100 മാർക്കിലാണ് പരീക്ഷ നടത്തുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് ദ സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ മഹായാന ബുദ്ധിസം ഡ്യൂറിങ് ഏൻഷ്യൻ്റ് ഇന്ത്യ? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ മഹായാന ബുദ്ധമത വിദ്യാഭ്യാസത്തിൻ്റെ സെൻറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പുരാതന ഇന്ത്യയിലാണ് മഹായാന ബുദ്ധമത വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കുക, ഏതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ A ആണല്ലേ, നളന്തയാണല്ലേ. നളന്തയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നിങ്ങളിത് പഠിച്ചും കൂടെ പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ മഹായാന ബുദ്ധിസം ഡ്യൂറിങ് ഏൻഷ്യൻ്റ് ഇന്ത്യ ഏതാണ്? നളന്ദ. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: Who was the Chinese Buddhist pilgrim who visited Western India during the reign of Chandragupta II? എന്താ ചോദിച്ചിരിക്കുന്നത്? ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അല്ലേ, ഭരണകാലത്ത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യ അല്ലേ, വെസ്റ്റേൺ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ആ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം, അതായത് ചൈനീസ് ബുദ്ധ തീർത്ഥാടകൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ചന്ദ്രഗുപ്ത II, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ആ ഒരു ഭരണകാലത്ത് വെസ്റ്റേൺ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധ തീർത്ഥാടകൻ, ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം എന്ന് പറയുമ്പോൾ ഓർത്തോളം ചൈനീസ് ബുദ്ധ തീർത്ഥാടകനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഫാഹിയാനാണ് അല്ലേ. ഫാഹിയാനാണ് ഏത്? നമ്മുടെ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ ഭരണകാലത്ത് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ചൈനീസ് ബുദ്ധ തീർത്ഥാടകൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഷോസ് ദ 4 ആശ്രമാസ് ഓഫ് ലൈഫ് ആസ് മെൻഷൻ ഇൻ ഇന്ത്യൻ ട്രഡീഷൻ? ഏതാണ് ആൻസർ വരുന്നത്? നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ ഒരു ചോദ്യം എപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഹിസ്റ്ററി ചോദ്യ പേപ്പർ അല്ലേ. അതായത് നമ്മുടെ ജീവിതത്തിലെ 4 ആശ്രമാസ് ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ്? നമ്മുടെ ഓപ്ഷൻ B ആണല്ലേ, അതായത് ബ്രഹ്മചര്യ, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം അല്ലേ. അപ്പം ഓപ്ഷൻ B ആണ് അവിടെ 4 ആശ്രമാസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇന്ത്യൻ ട്രഡീഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 4 ആശ്രമാസ് ഓഫ് ലൈഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ B ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ: ഹു വാസ് റെസ്പോൺസിബിൾ ടു പ്രൊട്ടക്ട് ദ ലോസ് ഓഫ് ദ ഷരിയത്ത് ഡ്യൂറിങ് ദ ഡൽഹി സൾത്തനേറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ ഡൽഹി സൾത്തനേറ്റ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻ കാലഘട്ടത്തിലൊക്കെ ഷരിയത്ത് നിയമങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെട്ടിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഓപ്ഷൻ A ആണല്ലേ, സാദർ ഉസ് സുദൂർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ A ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ് ഒന്നുകൂടെ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രൊട്ടക്ട് ദ ലോസ് ഓഫ് ദ ഷരിയത്ത് ഡ്യൂറിങ് ദ ഡൽഹി സൾത്തനേറ്റ് അല്ലേ, അതായത് ഡൽഹി സുൽത്താൻ കാലഘട്ടത്തിലൊക്കെ ഷരിയത്ത് നിയമങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് ചുമതലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആരാണ് ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണ്? സാദർ ഉസ് സുദൂർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇങ്ങനെ
അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ മുഗൾ എംപയർ. ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മളിതിൽ ശരിയ ഉത്തരം ആരാണ്, അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആരാണ്? റവന്യൂ കളക്ടറും എല്ലാ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആരായിരുന്നു? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലേ, അമൽ ഗുസാർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കി. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്. ഹു എമംഗ്സ് ദ ഫോളോയിങ് മുഗൾ റൂളേഴ്സ് സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഓൺ കോൺഫ്ലിക്ട്സ് ഇൻ ദ ഡെക്കാൻ? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ആരാണ് താഴെ തന്നിട്ടുള്ള മുഗൾ റൂളേഴ്സ്, അല്ലെങ്കിൽ ആരാണ് താഴെ തന്നിരിക്കുന്നതിൽ മുഗൾ ഭരണാധികാരികളിൽ ഡെക്കാൻ യുദ്ധങ്ങൾക്കായിട്ടൊക്കെ കൂടുതൽ പണം ചെലവഴിച്ചിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മുഗൾ റൂളേഴ്സ് സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഓൺ കോൺഫ്ലിക്ട് ഇൻ ദ ഡെക്കാൻ അല്ലേ. അപ്പം ഡെക്കാനിലെ ആ ഒരു യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി, അല്ലെങ്കിൽ കൂടുതൽ പണം യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച വ്യക്തി ആരാണെന്നാണ് ചോദ്യം അല്ലേ. ഏതാണ് ഓപ്ഷൻ, ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട്, ഔറംഗസേബ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പം ഓപ്ഷൻ സി ഓർത്ത് വെക്കുക കേട്ടോ. ഔറംഗസേബ് ആണ് സ്പെൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഓൺ കോൺഫ്ലിക്ട്സ് ഇൻ ദ ഡെക്കാൻ. അപ്പോൾ ഡെക്കാൻ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് വൻ തോതിൽ പണം ചെലവഴിച്ചിട്ടുള്ള മുഗൾ റൂളർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഗൾ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം ഔറംഗസേബ് ആണ് കേട്ടോ. ഔറംഗസേബ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡൻറ്റിഫൈ ദ റൂളർ ഓഫ് ദ ഡൽഹി സൽത്തനേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പോയിന്റുകൾ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഡൽഹി സൽത്തനേറ്റിൻ്റെ പേര് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണെന്നുള്ളത് കണ്ടുപിടിക്കും. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മുമ്പും കണ്ടിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. ഫസ്റ്റ് പോയിന്റ് ഇപ്രകാരമാണ്. ഹി സ്റ്റാർട്ടഡ് എ ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കോഡ് ദിവാൻ ഐ കോഹി അല്ലേ. അതായത് ഇദ്ദേഹമാണ് എന്താ ഈ ഒരു കൃഷിയുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ദിവാൻ ഐ കുഹി എന്ന് പറയുന്ന പേരിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണ് ഇൻട്രൊഡ്യൂസ്ഡ് ടോക്കൺ കറൻസി അല്ലേ. ഇദ്ദേഹമാണ് ടോക്കൺ കറൻസിയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആൾ. അതുപോലെ തന്നെ ഹി ട്രാൻസ്ഫർഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദിയോഗർ അല്ലേ. അദ്ദേഹമാണ് ദിയോഗറിലേക്ക്, അതല്ലെങ്കിൽ ഡൽഹിയുടെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്നും ദിയോഗറിലേക്ക് ആക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ആ ഒരു ഡൽഹി സൽത്തനേറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽ ട്രാൻസ്ഫേർഡ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡൽഹി ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്തു, എങ്ങോട്ട്? ദിയോഗറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഈ ഒരു വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണല്ലേ. മുഹമ്മദ് തുഗ്ലഖാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോക്കൺ കറൻസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, അതും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മുഹമ്മദ് തുഗ്ലഖുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ പഠിച്ചു പോകുക കേട്ടോ. ഇതൊക്കെ എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ടോക്കൺ കറൻസി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദിയോഗർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വയ്ക്കണം? മുഹമ്മദ് തുഗ്ലഖുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർത്ത് വെക്കുക. ഈ രീതിയിൽ വേണം പഠിച്ചു പോകാനായിട്ട് കേട്ടോ. ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ചോദ്യം നോക്കിക്കേ. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ഫ്രം ദ ഫോളോയിങ്. അതായത് നമുക്ക് കുറച്ച് പ്രസ്താവനകൾ അവിടെ തന്നിട്ടുണ്ട്. ആ പ്രസ്താവനകൾ നമ്മൾ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 1, 2, 3 പ്രസ്താവന ശരിയാണ്. ബി ആയിട്ട് തന്നിരിക്കുന്ന 1, 2, 4 പ്രസ്താവന ശരിയാണ്. സി 1, 3, 4 തന്നിട്ടുണ്ട്. ഡി 2, 3, 4 ആണ് ശരി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ പ്രസ്താവനകളും വായിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നുള്ളതാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇപ്രകാരമാണ് തന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് മുസ്ലിം റൂളർ ഓഫ് കാശ്മീർ വാസ് ഷംസുദ്ദീൻ ഷാ. അതായത് നമ്മുടെ കാശ്മീരിൽ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന് പറയുന്നത് ഷംസുദ്ദീൻ ഷാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്
സൈനുൽ ആബദീൻ അബോളിഷ് ജിസിയ ആൻഡ് പ്രൊഹിബിറ്റഡ് കൗ സ്ലോട്ടർ. അതായത് സൈനുൽ ആബദീൻ എന്ന് പറയുന്ന ആൾ ജിസിയ നിർത്തലാക്കുകയും അതുപോലെ തന്നെ കൗ സ്ലോട്ടർ അത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ദെൻ മൂന്നാമത്തെ ഓപ്ഷനോട് പറഞ്ഞിരിക്കുന്നത് സൈനുൽ ആബദീൻ ഓർഡർഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ മഹാഭാരത ആൻഡ് രാജതരംഗിണി ഇൻറ്റു പേർഷ്യൻ. അതായത് മഹാഭാരതത്തിൻ്റെ അല്ലെങ്കിൽ രാജതരംഗിണി എന്ന് പറയുന്നതൊക്കെ എന്താണ് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിന് അദ്ദേഹം ഓർഡർ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തരവിട്ടു എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത നാലാമത്തെ ഓപ്ഷനായിട്ടോട് പറഞ്ഞിരിക്കുന്നത് ഇൻ AD 1588 1588 കാശ്മീർ വാസ് അനക്സഡ് ബൈ അക്ബർ. അതായത് AD 1588 അക്ബർ കാശ്മീർ പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്, നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞേ. നമുക്കറിയാം ഇവിടെ ആൻസറായിട്ട് വരേണ്ടത് ഏതാണ്, നമ്മുടെ ഓപ്ഷൻ D ആണ് കേട്ടോ. ഓപ്ഷൻ D എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് നോക്കാം, ഒരു സെക്കൻഡ്. ഓപ്ഷൻ D എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ സെക്കൻഡ്, അതായത് രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് സൈനുൽ ആബദീൻ ഓർഡർഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ മഹാഭാരത ആൻഡ് രാജതരംഗിണി ഇൻറ്റു പേർഷ്യൻ. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക, മഹാഭാരതയും രാജതരംഗിണിയും ഒക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തത് സൈനുൽ ആബദീനാണ്. അതുപോലെ തന്നെ ഇൻ AD 1588 കാശ്മീർ വാസ് അനക്സഡ് ബൈ അക്ബർ അല്ലേ, 1588 AD 1588 അക്ബർ കാശ്മീർ പിടിച്ചെടുത്തത് അല്ലേ. ഇനി അതേപോലെ തന്നെ അടുത്തത് എന്തായിരുന്നു, നമ്മുടെ സെക്കൻഡ്, അതായത് സൈനുൽ ആബദീൻ അബോളിഷ് ജിസിയ ആൻഡ് പ്രൊഹിബിറ്റഡ് കൗ സ്ലോട്ടർ. അപ്പോൾ നമ്മുടെ സൈനുൽ ആബദീനെ കുറിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോയി, 2 പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജിസിയ അബോളിഷ് ചെയ്തതും കൗ സ്ലോട്ടർ പ്രൊഹിബിറ്റഡ് ചെയ്തതും ഒക്കെ ആരാണ്, സൈനുൽ ആബദീനാണ്. അതുപോലെ തന്നെ മഹാഭാരതയും രാജതരംഗിണിയും ഒക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ഓർഡർ കൊടുത്തിരിക്കുന്ന സൈനുൽ ആബദീൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ഇവിടെ ഈ ഒരു 1588 കാശ്മീർ അല്ലേ അക്ബർ പിടിച്ചെടുത്ത കാര്യം കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ് കേട്ടോ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് റീജിയണൽ സ്റ്റേറ്റ് ബിക്കം ദ ബഫർ സ്റ്റേറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് രാജ്യമാണ് ബ്രിട്ടീഷുകാരുടെ ബഫർ സ്റ്റേറ്റ് ആയി മാറിയത് എന്നാണ് ചോദ്യം. ഏതാണ് ഓപ്ഷൻ, ഏതാണ് വരുന്നത്, 9ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത്, നമുക്കറിയാം B ആണ് അല്ലേ, അവധ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഏത് സ്റ്റേറ്റാണ്, ഏത് റീജിയണൽ സ്റ്റേറ്റാണ് ബഫർ സ്റ്റേറ്റ് ആയിട്ട് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോണം, ഏതാണ്, അവധാണ്. ഓപ്ഷൻ B ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇപ്പം തന്നെ പഠിച്ചു പോവുക, ഏത് റീജിയണൽ സ്റ്റേറ്റ് ആണ് ബ്രിട്ടീഷുകാരുടെ ബഫർ സ്റ്റേറ്റായി മാറിയത്, ഏതാണ്, അവധ് കേട്ടോ, ഓർത്ത് വയ്ക്കാം. ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. ഓക്കെ, 1 സെക്കൻഡ്. 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഹൂ ഫൗണ്ടഡ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപിച്ചത് ആരാണ്, നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആരാണ് സ്ഥാപിച്ചത്, ആരാ, വില്യം ജോൺസ് അല്ലേ. അതായത് ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിതമാക്കിയത് ആരാണ്, വില്യം ജോൺസ് ആണ്. സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ, വില്യം ജോൺസ് കേട്ടോ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ചോദ്യം നോക്കിക്കേ. ട്രീറ്റി ഓഫ് പാരീസ് സൈൻ, അതായത് ട്രീറ്റി ഓഫ് പാരീസ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി അല്ലേ, മലയാളത്തിൽ പറയുകയാണ് പാരീസ് ഉടമ്പടി, ഇത് ഒപ്പിട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് വർഷത്തിലാണെന്ന്. എന്താ, ഓപ്ഷൻ D 1763 അല്ലേ. ട്രീറ്റി ഓഫ് പാരീസ് സൈൻ ചെയ്തത് 1763. ഓർത്ത് വെച്ചോണേ, ട്രീറ്റി ഓഫ് പാരീസ് സൈൻ ചെയ്തത് എന്നാണ് 1763. ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യന്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് റിഗാർഡിംഗ് ദ കോസസ് ഓഫ് ദ ഫെയിലർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. ഈ ഒരു പാഠത്തിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. 1857 റിവോൾട്ടിനെ കുറിച്ച് എല്ലാ പ്രാവശ്യവും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് കാരണങ്ങൾ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ
അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഈ ഒരു 1857 റിവോൾട്ട് ഫെയിലറായി പോകാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നോക്കി തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നുള്ളൂ. നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷനായിട്ട് അവിടെ തന്നിരിക്കുന്നത് ദ റെബൽസ് ഹാഡ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് ആംസ് ആൻഡ് അമ്യുനേഷൻസ് അല്ലേ. അതായത് ഈ റെബൽസിന് എന്താണ്, അവർക്ക് അവരുടെ ആയുധങ്ങളുടെയും അല്ലെങ്കിൽ വെടിക്കോപ്പുകളുടെയും ഒക്കെ ഒരു ലിമിറ്റഡ് സപ്ലൈ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇനി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ബ്രിട്ടീഷ് ഹാഡ് സഫിഷ്യൻറ്റ് റിസോഴ്സസ് ആൻഡ് ഓൾസോ ബെറ്റർ ആംസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അല്ലേ. അവർക്ക് എങ്ങനെ ബ്രിട്ടീഷിന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്തായിരുന്നു അവരുടെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സഫിഷ്യൻറ്റ് റിസോഴ്സസ് അല്ലേ, അവർക്ക് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ മികച്ച ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ദെയർ വാസ് എ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പ് എമംഗ് ദ റെബൽസ് അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആശയവിനിമയത്തിനും അല്ലേ അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പിനൊക്കെ അവർക്കൊരു എന്താണ് അഭാവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ അവർക്ക് അടുത്ത നാലാമത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞേക്കുന്നത് ബീങ് ജെൻറ്റിൽ വിത്ത് സെപ്പോയ്സ് ആൻഡ് താലൂക്ക്ദാർസ് അല്ലേ. അതായത് ഈ ശിപ്പായിമാരോട് അല്ലെങ്കിൽ താലൂക്ക്ദാർമാരോടൊക്കെ അവരെന്താ ദയ കാണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു റിവോൾട്ട് ഫെയിലറായി പോകാനുള്ള കാരണം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ്. ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. അതായത് ദ റിബൽസ് ഹാഡ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് ആംസ് ആൻഡ് അമ്യുനേഷൻസ് എന്നുള്ളതും അതുപോലെ തന്നെ ദ ബ്രിട്ടീഷ് ഹാഡ് സഫിഷ്യൻറ്റ് റിസോഴ്സസ് ആൻഡ് ഓൾസോ ബെറ്റർ ആംസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ളതും ദെൻ അതേപോലെ തന്നെ തേർഡ് ദെർ വാസ് എ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പ് എമംഗ് ദ റെബൽസ്. ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക. എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1857 റിവോൾട്ട് ഫെയിലറായി പോകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിഷയങ്ങളും ചെയ്തപ്പോൾ തന്നെ നമുക്ക് 3 ആൻസർ അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഈ 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ റെബൽസിന് ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയൊക്കെ പരിമിതമായിട്ട് ലഭ്യതയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും അതുപോലെ തന്നെ മികച്ച ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ഈ അവർക്ക് സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവർക്കൊരു കേന്ദ്രീകൃത നേതൃത്വത്തിൻ്റെയും അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെയും ഒക്കെ അവർക്കൊരു അഭാവം ഉണ്ടായിരുന്നു അല്ലേ റെബൽസിന്. അപ്പോൾ അത് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ 1857 റിവോൾട്ടിൻ്റെ ഫെയിലർ അല്ലെങ്കിൽ പരാജയപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്ന 3 എണ്ണം പഠിച്ചു തന്നെ പോവുക കേട്ടോ. ഇപ്പം തന്നെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. നോക്കിക്കേ, ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ എക്സ്പ്ലോയിറ്റ് ഇന്ത്യ എക്കണോമിക്കലി. അതായത് എങ്ങനെയാണ് ഈ ഒരു കൊളോണിയൽ ഭരണമൊക്കെ ഇന്ത്യയെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻസ് നോക്കി എന്തൊക്കെ തന്നിരിക്കുന്നത്, ബൈ പ്രൊമോട്ടിങ് ലോക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി അല്ലേ. അതായത് ഈ ലോക്കൽ ഇൻഡസ്ട്രീസിനെയും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വ്യവസായങ്ങളെയും സെൽഫ് സഫിഷ്യൻസി അല്ലേ സ്വയം പര്യാപ്തതയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണോ. ഇനി അതേപോലെ തന്നെ ബൈ ഇമ്പോസിങ് ഹെവി ടാക്സസ് ആൻഡ് ആൻ അൺഈക്വൽ ട്രേഡ് അല്ലേ. അതായത് വൻ നികുതികളും അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള ട്രേഡുകളൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണോ. ഇമ്പോസിങ് മീൻസ് അടിച്ചേൽപ്പിക്കുക. ഓക്കെ, ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻഡിജീനിയസ് ബിസിനസ് ആൻഡ് ലേബർ വെൽഫെയർ അല്ലേ. അതായത് ഈ പറഞ്ഞ പോലെ തദ്ദേശീയപരമായിട്ടുള്ള ബിസിനസ്സുകളിലും അല്ലെങ്കിൽ തൊഴിലാളി ക്ഷേമത്തിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിക്ഷേപിച്ചുകൊണ്ടാണോ. ബൈ എൻകറേജിങ് ഇന്ത്യൻ ഫാമേഴ്സ് ടു സെൽ ഡയറക്ട്ലി ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സ്. അതായത് ഇന്ത്യൻ കർഷകരെയൊക്കെ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റ്സിലൊക്കെ അല്ലെങ്കിൽ ആഗോള വിപണികളിലൊക്കെ അവർ നേരിട്ട് ഡയറക്ട്ലി നേരിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ആൻസർ ഏതാണോ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കൊളോണിയൽ ഭരണം ഇന്ത്യയെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്തത് എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരേണ്ടത്, ബൈ ഇമ്പോസിങ് ഹെവി ടാക്സസ് ആൻഡ് അൺഈക്വൽ ട്രേഡ് അല്ല. നമുക്ക് ആ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ അറിയാവുന്നേ ഉള്ളൂ. കൊളോണിയൽ റൂൾ എക്സ്പ്ലോയിറ്റ് ഇന്ത്യ എക്കണോമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഓർത്ത് വെച്ചോണം. ആൻസർ എന്താണ്, വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ടാക്സസും അല്ലെങ്കിൽ അൺഈക്വൽ ട്രേഡൊക്കെ നടത്തിയിട്ടാണെങ്കിൽ അതൊക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്,
ഈ ഒരു ഇന്ത്യയുടെ കൊളോണിയൽ ഭരണം ഇന്ത്യയെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്തത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഹെവി ടാക്സസും അൺഈക്വൽ ട്രേഡും ഒക്കെ ഇമ്പോസിങ് ചെയ്ത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് നമ്മളെ അല്ലെങ്കിൽ ഇന്ത്യയെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇത് എപ്പോഴും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് നോക്കി വെക്കുക. ഓക്കെ, ഹു എമംഗ്സ് ദ ഫോളോയിങ് വാസ് ദ റൈറ്റർ ഓഫ് ദ ബുക്ക് പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ഏതാണ് പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? നമുക്കറിയാം, ദാദാഭായ് നവറോജി ആണല്ലേ. അപ്പം ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോണം. പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണെന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ദാദാഭായ് നവറോജി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയേ. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫെസ്റ്റിവൽ ഓഫ് ഗണപതി ഇൻ മഹാരാഷ്ട്ര ആസ് എ റിലീജിയസ് പ്ലാറ്റ്ഫോം ടു സ്പ്രെഡ് നാഷണലിസ്റ്റ് ഐഡിയാസ്? ഇതും നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഗണപതി ഫെസ്റ്റിവലിനെ കുറിച്ച് എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉള്ളതാണ്. സോ ഇതും നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫെസ്റ്റിവൽ ഓഫ് ഗണപതി ഇൻ മഹാരാഷ്ട്ര ആസ് എ റിലീജിയസ് പ്ലാറ്റ്ഫോം ടു സ്പ്രെഡ് നാഷണലിസ്റ്റ് ഐഡിയാസ്. അപ്പം ഈ ഒരു നാഷണലിസ്റ്റ് ഐഡിയാസൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗണപതി ഫെസ്റ്റിവൽ മഹാരാഷ്ട്രയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് അതിൻ്റെ ആൻസർ വരുന്നത്? നമുക്കറിയാം, ഈ ഗണപതി ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ ബാലഗംഗാധർ തിലകാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഗണപതി ഫെസ്റ്റിവൽ എവിടെയാണ്? മഹാരാഷ്ട്ര. ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബാലഗംഗാധർ തിലകാണ് കേട്ടോ. അപ്പോൾ ആ 3 കാര്യമോടെ ഓർത്ത് വെച്ചോണം. ഗണപതി ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാലഗംഗാധർ തിലകാണ്. അത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Okay. The Progressive Writers Association was formed by master poets like Dash. അതായത് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഫോം ചെയ്തിരിക്കുന്ന കവികൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പോയിറ്റ്സിൻ്റെ പേരുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആൻസർ ഏതാ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. മജാസ് ആൻഡ് ജോഷ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. മജാസ് ആൻഡ് ജോഷ് ആണ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഫോം ചെയ്തത്. ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ അണ്ടർ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് റഷ്യ ബിക്കം ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്? അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വർഷമാണ് ഈ ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പുതിയ ഭരണഘടന പ്രകാരം റഷ്യ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് ആയിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ വർഷം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് വർഷത്തിലാണോ? നമുക്കറിയാം, ഓപ്ഷൻ ബി ആണല്ലേ. 1924 അല്ലേ. 1924 റഷ്യ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ USSR ആയിട്ട് മാറിയത്. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏത് വർഷമാണ്? 1924 ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അല്ലെങ്കിൽ പുതിയ ഭരണഘടന പ്രകാരം റഷ്യ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് ആയിട്ട് മാറിയത് കേട്ടോ. 1924 മറന്നു പോയേക്കരുത്. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ കൺട്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻസ്. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് രാജ്യങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ദീസ് 2 കൺട്രീസ് സൈൻഡ് എ 5-year നോൺ അഗ്രഷൻ ട്രീറ്റി ഇൻ 1941. 1941 ഈ 2 രാജ്യങ്ങളാണ് 5-year നോൺ അഗ്രഷൻ ട്രീറ്റി അല്ലെങ്കിൽ ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ദീസ് 2 കൺട്രീസ് മെയിൻറ്റെയിൻ ഹാർമണി
ഡ്യൂറിങ് ദ യാൾട്ട കോൺഫറൻസ്. അതായത് ഈ രണ്ട് രാജ്യങ്ങളാണ് യാൾട്ട കോൺഫറൻസിൽ അവരുടെ ആ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോയത്. ഇനി മൂന്നാമത്തെ ഓപ്ഷനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ബോത്ത് വെർ പാർട്ട് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അതായത് ഈ രണ്ട് രാജ്യങ്ങളും എന്താണ്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏത് രാജ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. അതായത് ദ USA ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. USA കുറിച്ചും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുമാണ് എന്ത് 5 ഇയർ നോൺ അഗ്രഷൻ ട്രീറ്റി അല്ലെങ്കിൽ ആ ഒരു 5 ഇയർ നോൺ അഗ്രഷൻ ഉടമ്പടി 1941 സൈൻ ചെയ്തത്. അതുപോലെ തന്നെ യാൾട്ട കോൺഫറൻസിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സൗഹൃദത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവരെന്താണ് സെക്കൻഡ് വേൾഡ് വാറിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ദ USA ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം USA ആൻഡ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള 3 പോയിന്റുകൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 5 ഇയർ നോൺ അഗ്രഷൻ ട്രീറ്റി ആ വർഷം ഓർത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത രണ്ട് രാജ്യങ്ങളാണ് USA ആൻഡ് സോവിയറ്റ് യൂണിയൻ. അതേപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പാർട്ടായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ കൂടിയാണ് USA ആൻഡ് സോവിയറ്റ് യൂണിയൻ. ഓക്കെ, ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഓക്കെ, വെൻ വാസ് ദ മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ. ഏതാണ് നമ്മുടെ മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷത്തിലാണ്? നമുക്കറിയാം 321 BC അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 321 BC ഏത് നമ്മുടെ മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓർത്ത് വെക്കുക കേട്ടോ. മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 321 BC ഓർത്ത് വെച്ചോണം. ഇനി അടുത്തത് എപ്പോഴാണ് മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ഇത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ഒഫീഷ്യൽസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ അല്ലേ. അതായത് ഈ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ നമ്മുടെ കമ്പനി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കമ്പനി ഒഫീഷ്യൽസിനെയൊക്കെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. കോൺവാലിസ് ക്രിയേറ്റഡ് എ പ്രൊഫഷണൽ കാഡറി ഓഫ് കമ്പനി സെർവൻറ്റ്സ് ഹു ഹാഡ് ജനറൽ സാലറീസ് അല്ലേ. അതായത് കോൺവാലിസ് പൊതുശമ്പളമുള്ള ഒരു കമ്പനി ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രൊഫഷണൽ കാഡറിന് രൂപം നൽകി എന്നാണ് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ഹൈ ലെവൽ പോസ്റ്റ് വെയർ റിസർവ്ഡ് ഫോർ ദ ബ്രിട്ടീഷേഴ്സ് അല്ലേ. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ ഉയർന്ന രീതിയിലുള്ള ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടുള്ള പൊസിഷൻസ് അല്ലെങ്കിൽ ഹൈ ലെവലിലുള്ള പോസ്റ്റുകളൊക്കെ എന്താണ് അവർ സംവരണം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് പോസ്റ്റ് വാസ് ഡൺ എൻറ്റയർലി ഓൺ മെറിറ്റ് ത്രൂ ആൻ എക്സാമിനേഷൻ വിച്ച് വാസ് ബേസ്ഡ് ഓൺ ദ അമേരിക്കൻ മോഡൽ അല്ലേ. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിവിധ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോസ്റ്റിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെയൊക്കെ തിരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെയാണ് അവരുടെ അതായത് ഒരു അമേരിക്കൻ മോഡലിലാണ് അല്ലെങ്കിൽ അമേരിക്കൻ മോഡലിൽ മാതൃകയാക്കി അല്ലെങ്കിൽ അമേരിക്കൻ മാതൃകയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പരീക്ഷയിലൂടെ അല്ലെങ്കിൽ ഒരു മെറിറ്റിലൂടെയൊക്കെ എക്സാമിനേഷൻ നടത്തുകയും അതുപോലെ തന്നെ ഒരു മെറിറ്റ് രീതിയിലൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദ സിവിൽ സർവൻറ്റ്സ് എൻജോയ്ഡ് പൊളിറ്റിക്കൽ പവർ വിച്ച് നോ ബ്യൂറോക്രാറ്റ് ഹാഡ് ഇൻ ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ ഒരു ബ്യൂറോക്രാറ്റിനും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ അധികാരം എന്തായിരുന്നു? നമ്മുടെ സിവിൽ സർവൻസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ഓപ്ഷൻസ് ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. നോക്കുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ഒഫീഷ്യൽസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ആണ് അല്ലേ. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഒരു കമ്പനി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതാൻ നമ്മളോട് പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞു 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഓർത്ത് വയ്ക്കുക, കോൺവാലിസ് ക്രിയേറ്റഡ് പ്രൊഫഷണൽ കാഡറി ഓഫ് കമ്പനി സെർവൻറ്റ്സ് ഹു ഹാഡ് ജനറൽ സാലറീസിൽ. അതായത് കോൺവാലിസ് ഒരു പൊതുശമ്പളമുള്ള കമ്പനി ഉദ്യോഗസ്ഥർ ഒരു പ്രൊഫഷണൽ കാഡറിന് രൂപം നൽകി എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു എല്ലാ ഹൈ ലെവൽ പോസ്റ്റുകളും റിസർവ് ചെയ്തു ആർക്ക് വേണ്ടിയിട്ട്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള സിവിൽ സർവൻറ്റ്സ്, അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒരു ബ്യൂറോക്രാറ്റിനും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ അധികാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏത്? നമ്മുടെ കമ്പനി ഒഫീഷ്യൽസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഒരു കമ്പനി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട
ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 1 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോയത്. വളരെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ സെക്ഷനായിട്ട് അടുത്ത ഭാഗം മൂന്നാമത്തെ പാർട്ടായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് ലൈക്കും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അല്ലേ. അപ്പോൾ നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ആ ഒരു വേ ഓഫ് ടീച്ചിങ് സ്റ്റൈലൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.